ശ്രീവത്സം എന്ന വണ്ടിക്കകത്ത് പോകാൻ വേണ്ടി ഇവിടെ നിന്ന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടി കയറാൻ പിന്നെ ഒരു 4-5 കൊച്ചുങ്ങൾ എപ്പോഴും നിൽക്കുന്നതാണ്. ബാഗുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് തലമുക്ക് നോക്കിയപ്പോഴത്തെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നവരാരും കാണുന്നില്ല. ഒരു ടിപ്പർ ഇങ്ങനെ മറിഞ്ഞു കിടക്കും. 2 പേര് മരിച്ചിട്ടുണ്ട്, 3 പേരെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. വേറെ നമസ്കാരം. കൊട്ടാരക്കര നീലേശ്വരത്ത് 3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ അപകടത്തിന്റെ കാരണം ടിപ്പറിന്റെ അമിത വേഗമെന്ന് ദൃക്സാക്ഷികൾ. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കുടവട്ടൂർ സ്വദേശി ഹരിലാൽ, കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥി പാർദീപ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശിയായ അജയകുമാർ എന്നിവരാണ് മരിച്ചത്. ടിപ്പർ മറിഞ്ഞതോടെ ലോറിയിലുണ്ടായിരുന്ന മണ്ണ് മറിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ടവർ അതിനടിയിൽ കുടുങ്ങുകയായിരുന്നു. മതിലിനോട് ചേർന്ന് ബസ് കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ കറക്റ്റ് 7:10 ശ്രീവത്സം എന്ന വണ്ടിക്കകത്ത് പോകാൻ വേണ്ടി ഇവിടെ നിന്ന യാത്രക്കാരാണ് എല്ലാവരും അപകടത്തിൽപ്പെട്ടത്. പിന്നെ 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ബൈക്കുകാരനും ഒന്ന് ടിപ്പറുകാരനും, ബാക്കി 4 പേരും ഈ ബസ്സിൽ കയറാൻ വന്ന ആൾക്കാർ. ടിപ്പറുമായി കണ്ടില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ഒതുങ്ങി നിന്നതാ. അതും അറിയത്തില്ല. അത് കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി ശ്രീവത്സം എന്ന വണ്ടി 7:10 പോകായിരുന്നു. അത് 2 മിനിറ്റ് നേരമായി പോയി. ഞാൻ പറഞ്ഞില്ലേ, ബൈക്കാർ ഇവിടെ വന്നതാ. അവിടെ വന്നതാ. പിന്നെ ടിപ്പറാണ് എവിടെ വന്നതെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഒന്ന് തലമുക്ക് നോക്കിയപ്പോഴത്തെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നവരാരും കാണുന്നില്ല. ഒരു ടിപ്പർ ഇങ്ങനെ മറിഞ്ഞു കിടക്കും. എന്തോ സംഭവിച്ചെന്ന് എനിക്കും അറിയത്തില്ല. നമുക്കത് പ്രതീക്ഷയില്ലല്ലോ. 15 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. 15 പേര് കുറയത്തില്ല. കാരണം ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ 10-12 പേര് കാണത്തുള്ളൂ. അപ്പൊ ഞാൻ തിരക്ക് ഇന്ന് ആള് കൂടുതലാണല്ലോ. മറ്റേ സ്കൂൾ തുറന്നുകൊണ്ട് പിള്ളേർ കൂടുതലാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ തലമൊക്കെ നോക്കിയപ്പോൾ ടിപ്പർ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. കുറച്ച് പുകയല്ല അവിടെ വരുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കൊടുക്കും. അപ്പോഴാണ് നോക്കിയപ്പോൾ 2 പയ്യന്മാർ ഇവിടെ. അപ്പം എന്തോ സംഭവിച്ചത് നോക്കിയപ്പോൾ ചെല്ലിയുടെ മണ്ണിനടിയിലായിപ്പോയി. ഈ മതിലിൽ നിന്ന് വരുന്ന ആ മണ്ണെല്ലാം മണ്ണിനടിയിലായിപ്പോയി. പിന്നെ ഞങ്ങൾ കൈ കൊണ്ടുള്ള മാന്തി പിന്നെ അവിടുന്ന് ഒരു ഇത് മമ്മട്ടിയൊക്കെ എടുത്ത് അതൊരു വല്ലാത്തൊരു പങ്കാളി. അത് പരുവത്തിൽ അവർ 2 പേര് കയറ്റപ്പോൾ ഞാൻ പറഞ്ഞ് ആൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ടിപ്പർ ഇവിടെ മറിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആർക്കും കാണാൻ പറ്റുന്നില്ല. അപ്പുറത്ത് ഉടനെ പറഞ്ഞ് അപ്പുറത്ത് ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 മറ്റുള്ളവരെ കയറ്റാൻ വിട്ട്. അപ്പൊ സ്കൂളിലെ മറ്റേ ഇവിടുത്തെ സ്കൂളിന്റെ പയ്യൻ ഒരു കാരണത്ത് കയറ്റി കൊണ്ടുപോയി. പിന്നെ ഒരാൾ ആട്ടോയിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ടാണ് ഈ ബൈക്കാരനെയും ഈ 4 പേരെ കിട്ടുന്നത്. ബൈക്കാർ എന്ന് പറഞ്ഞാൽ ടിപ്പറിന്റെ ഡ്രൈവർ വണ്ടി തന്നെ ഇരുന്നു. ഈ സൈഡിൽ നിന്ന് തെറിച്ച് അപ്പുറത്ത് പോയിരുന്നിട്ട് കുരുങ്ങി പോയി. അപ്പൊ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഉടനെ പിന്നെ അല്ലെങ്കിൽ കാല ഇതായി പോകത്തില്ലേ. പിന്നെ ഞാൻ പറഞ്ഞു ആളുണ്ട്. അപ്പൊ ഉടനെ നമ്മുടെ ഇവിടെ KSRTC മെക്കാനിക്കൽ, പിന്നെ ഒരു പയ്യന് ചാന്തൂരുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഈ അങ്ങനെ 4 പേര്. അത് 2 പേര് മരിച്ചെന്ന് പറയാം. മറ്റവര് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ 3 6 പേര്, 3 കൊച്ചുങ്ങളും 3 വലിയവരുമാണ്. ഒന്ന് ഈ പിന്നെ അത് 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് KSRTC ഒരു ഡ്രൈവറാ, മെക്കാനിക്കൽ അജുകുമാർ എന്ന് പറഞ്ഞ്, പിന്നെ JCBയുടെ അല്ല സോറി ടിപ്പറിന്റെ ഡ്രൈവർ, ബൈക്ക് കൊണ്ടുള്ള പയ്യൻ. മുക്കോണിമുക്ക് നീലേശ്വരം മുക്കോണിമുക്ക്. സംഭവം ഒരു 7:10 വണ്ടി കയറാൻ പിന്നെ ഒരു 4-5 കൊച്ചുങ്ങൾ എപ്പോഴും നിൽക്കുന്നതാണ്. ബാഗുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഞങ്ങള് മോളിൽ നിന്ന് താഴെ വരുന്നതിന് മുമ്പ് 2-3 കൊച്ചുങ്ങളെ കൊണ്ടുപോയി. ആണോ? ഒരു ബൈക്കിനകത്ത് ആരോ 2 ചെറുപ്പക്കാർ വന്ന് ബൈക്ക് എൻ്റെ അടി കയറുമ്പോ ഞങ്ങള് എടുത്ത് മൂത്ത് വെച്ചു. അമ്മമാരെ തോന്നുന്നു 2 മരിച്ചുപോയി. അപ്പോഴേ മരിച്ചത്. ബൈക്ക് ഇനി ഇങ്ങനെ വന്നയാണോ എങ്ങനെ വന്നയാണോ അറിയില്ല. ബൈക്ക് അതിന്റെ ഒരു തകരപ്പാട്ടയുടെ അരി കിടന്നയാ. ഈ ബസ് കൊട്ടാരക്കര എവിടുന്ന് വരുന്ന കൊട്ടാരക്കര പിന്നെ തിരിച്ച് കൊല്ലം. അതെ, എന്റെ 5-6 പേരെന്തായാലും അടിപ്പോൾ 4-5 പേര് 2 പേര് മരിച്ചിട്ടുണ്ട്, 3 പേരെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. വേറെ 3-4 പേര് പിന്നെ മുമ്പേ അങ്ങ് പറഞ്ഞു ആംബുലൻസിൽ നമ്മുടെ കാറിനകത്ത് പോകും. ഒരു വിവരം അറിയാൻ വയ്യ. ടിപ്പറിന്റെ കാര്യം അറിയാൻ വയ്യ, ബൈക്കാരൻ ആരാന്ന് അറിയാൻ വയ്യ.